കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നീതു ഹരീഷുമായി ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് കുട്ടി വൈബ് വേണ്ടെന്നും പട്ടി വൈബാണ് ഇഷ്ടമെന്നും നീതു പറയുന്നുണ്ട്. എന്നാൽ സ്വന്തമായിട്ടൊരു കുട്ടിയാണെങ്കിലോ അതിനെ കൺസീവ് ചെയ്ത് 10 മാസം വയറ്റിൽ കൊണ്ടു നടന്ന് അതിനിടയിൽ കൺസൾട്ടേഷൻ, ഛർദി, സ്കാനിങ്, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, പെയിന്, പ്രസവം, അത് കഴിഞ്ഞാലോ നൂലുകെട്ട്, ചോറൂണ്, പേരിടല്, ബർത്ത്ഡേ, സൗര്യക്കേടാന്നേ. അതുകൊണ്ടേ നമുക്ക് കുട്ടി വൈബ് വേണ്ട, പട്ടി വൈബ് മതി. എങ്ങനെയുണ്ട് ഐഡിയ എന്നവൾ ചോദിക്കുന്നത് കേട്ട് ഹരീഷും ഒരു ചിരിയോടെ നിൽപ്പാ. എല്ലാം കേട്ട അവളുടെ ചേട്ടൻ അഖിലും അമ്മയുടെ അരികിലേക്ക് ചെന്ന്, തള്ളേ നിങ്ങളുടെ മോക്ക് വല്ല നാണവും ഉണ്ടോ എന്ന് ചോദിക്കേ എന്താടാന്ന് അമ്മയും. ആ തെണ്ടിയുടെ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടൊന്നും മനസ്സിലാവാതെ എന്തോന്ന് എന്നമ്മയും. അവൾ അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കുന്നതിനെ പറ്റി എന്നകിൽ പറഞ്ഞു കൊടുക്കേ അയ്യേ എന്നമ്മയും. ഇനി എന്തൊക്കെ ഈ വീട്ടിൽ കേൾക്കണം എന്നകിൽ പറയുമ്പോഴേക്കും ഇവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ അമ്മ ദേഷ്യത്തോടെ നീതുവിന്റെ അടുത്തേക്ക് പോവുകയാ. നീതു വാതിൽ തുറന്നേ, വാതിൽ തുറക്കാനെന്ന് പറഞ്ഞ് അമ്മ ഡോറിൽ മുട്ടുമ്പോഴേക്കും അമ്മ വന്നു തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാവേന്ന് പറഞ്ഞ് അവൾ തന്റെ കോൾ കട്ട് ചെയ്ത് വാതിൽ തുറക്കുമ്പോഴേക്കും അകത്തേക്ക് ചൂലുമായി കയറുന്ന അമ്മ, കൊല്ലുമെടി നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അവളെ അടിക്കാനായി തുടങ്ങുകയാ. എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് നീതുവും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഭ്രാന്ത് നിനക്കടി, അതുപോലെയല്ലേ നീ അവനോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചത്, കേട്ടു നിൽക്കുന്ന മറ്റുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട് എന്നമ്മ പറയേ. നീതു ദേഷ്യത്തോടെ അഖിലെ നോക്കുകയാ. നീ നോക്കണ്ട, ഞാൻ കേട്ടത് തന്നെയായെന്ന് അഖിലും. കേട്ടെങ്കിൽ കണക്കായി പോയി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായി എന്റെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന നിനക്കാണ് ഭ്രാന്ത് എന്ന് നീതുവും പറയുന്നുണ്ട്. കേട്ടില്ലേ അമ്മേ, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നതിൽ ചോദിക്കുമ്പോഴേക്കും അമ്മ വീണ്ടും ചൂലുമായി അവളെ അടിക്കാൻ തുടങ്ങുകയാ. അടിയെല്ലാം നിർത്തി, നീ നശിച്ചു പോകുമല്ലോടി നാണം കെട്ടവളെ എന്ന് പറഞ്ഞ് അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവളെ ദേഷ്യത്തോടെ എന്ന് നോക്കി അഖിലും അമ്മയുടെ പുറകെ പോകുന്നുണ്ട്. പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നിധിയെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ ഒരുങ്ങുകയാ സുധീഷ്. അവിടെയുള്ള ആളുകളുടെ കൂടെ സുധീഷ് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അവനെ നോക്കി നിൽക്കായിരുന്ന നിധിയും, നിങ്ങളെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു ലവ് ചെയ്യണം എന്ന് ചോദിച്ചതെല്ലാം ഓർത്തു നിൽക്കുക. അപ്പോഴേക്കും സുധീഷ് അവളുടെ അരികിലേക്ക് വന്ന്, ദേ ഇവിടെയാണ് ടെസ്റ്റ് നടക്കുന്നത് കേട്ടോ. RD ഓഫീസർ ദേ ആ ഭാഗത്തുണ്ടാവും. പിന്നെ ടെസ്റ്റ് എടുക്കാനായി വേറെ ആൾക്കാരും ഉണ്ടാവും. നിധി ടെൻഷനൊന്നും അടിക്കണ്ട, ടെൻഷൻ ഇല്ലാതെ നിന്നാ മതി. ആദ്യം നേരെയൊന്ന് ഓടിച്ചു കാണിക്കാൻ പറയും, അത് കഴിഞ്ഞാ പിന്നെ 8 എടുക്കേണ്ടത്. നിധി ആദ്യം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഓടിച്ചു നോക്കിയാലോ, വാക്കായർ എന്ന് സുധീഷ് പറയേ. അവനെ അധികം മൈൻഡ് ചെയ്യാതെ മുഖത്തൊരു ദേഷ്യത്തോടെ നിധി വണ്ടി ഓടിക്കുകയാ. നേരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് അവൾ വരുമ്പോഴേക്കും, ഇനി ദേ ഈ 8 വരച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതിലൂടെ ഒന്ന് പോയിട്ട് വാ, ദേ ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി വാ ചെല്ലെന്ന് സുധീഷ് പറയേ. അവൾ വണ്ടി ഓടിക്കാനായി തുടങ്ങുകയാ. അവൾ ഇടയ്ക്ക് റോഡിൽ കാലുകുത്തുമ്പോഴേക്കും, ഏയ് കാല് കുത്തരുത്, കാല് കുത്താതെ പോ, കാല് കുത്താൻ പാടില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവൾ വണ്ടി തുഴഞ്ഞുകൊണ്ട് പോവുകയാ. കാല് കയറ്റി വെച്ചതെന്ന് സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്. അവൾ ഒരു തവണ ഓടിച്ചു വരുമ്പോഴേക്കും, എടോ ടെൻഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അവളുടെ പുറകിൽ അവളുടെ വണ്ടി ബാലൻസ് ചെയ്ത് പിടിച്ച് അവളെ ഓടിക്കുക. അത് കഴിഞ്ഞ് ഇനി ഇതേപോലെ ഒറ്റയ്ക്കൊന്ന് വന്നോ പോയിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും അവളെ പറഞ്ഞു വിടുന്നുണ്ട്. അവളത് കുറച്ചുകൂടി റെഡിയാക്കി വരുമ്പോഴേക്കും, മതി മതി ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. പിന്നീട് അല്പസമയത്തിനു ശേഷം അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയാ. ടെൻഷനോടെ നിധിയും കൂടെ സുധീഷും തോമസ് ചേട്ടനുമെല്ലാം ഒരു കുട്ടി വണ്ടി ഓടിക്കുന്നത് നോക്കി നിൽപ്പാ. ആ കുട്ടി ഓടിക്കുന്നത് കണ്ട് എന്താ ഈ കുട്ടി കാണിക്കുന്നത് എന്ന് കൂടെയുള്ളവരോടായി പറഞ്ഞ് RT ഓഫീസറും, ഹലോ ആദ്യം പോയി നന്നായി പഠിച്ചിട്ട് വാ, എന്നിട്ട് ലൈസൻസിന് അപേക്ഷിക്കാം, അടുത്ത ആളെ വിളിക്കെന്ന് പറയുമ്പോഴേക്കും അടുത്തയാൾ ഓടിക്കാനായി വരികയാ. എല്ലാം കണ്ടു നിൽക്കായിരുന്ന നിധിയും, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് എന്ന് പരിഭ്രമത്തോടെ പറയേ. എന്തിന്, ആ വര കീപ്പ് ചെയ്തങ്ങ് ഓടിച്ചാൽ മതി, ടെൻഷൻ ഒന്നും വേണ്ട എന്ന് സുധീഷും ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നെക്സ്റ്റ് നിധി എന്ന് വിളിക്കുന്നുണ്ട്. സുധീഷ് അവളുടെ വണ്ടി അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്ത്, കേറിക്കോ ടെൻഷൻ ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും നിധി വണ്ടി എടുത്ത് പോവുകയാ. ഓടിക്കുന്നതിനിടയിൽ അവൾ നിലത്ത് കാല് കുത്തുകയാ. അത് കണ്ട RT ഓഫീസറും, എവിടുന്ന് വരുന്നു ഇവരൊക്കെ, മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ ഇറങ്ങി പോവാൻ പറ എന്ന് ഓഫീസർ പറയേ. മതി മതി നന്നായി പഠിച്ചിട്ട് വാ എന്ന് കൂടെയുള്ളയാളും വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും വണ്ടി പുറത്തു കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും സുധീഷും അരികിലേക്ക് ചെന്ന്, നിധി എന്താണ് ഇയാൾക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. നെർവസായി, എനിക്ക് പേടിയാവുന്നു എന്ന് നിധി പറയേ. എന്തിന്, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു തവണ കൂടി അവസരം ചോദിക്കാം, അടുത്ത തവണ ശരിക്കും ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞ് സുധീഷ് ഓഫീസറുടെ അടുത്തേക്ക് പോവുകയാ. അവൻ അങ്ങോട്ട് ചെന്ന്, സാറേ നിധി നന്നായിട്ട് ഓടിക്കും സാറേ, ഒരു തവണ കൂടി അവസരം കൊടുക്കണം സാറേ എന്ന് പറയേ. താൻ ആരാന്ന് ഓഫീസറും ചോദിക്കുന്നുണ്ട്. ഞാൻ നിധിയുടെ ഹസ്ബൻഡാ, നിധി നന്നായിട്ട് ഓടിക്കും സാറേ, പിന്നെ ഇത്രയും ആളുകളെ കണ്ടപ്പോഴേ ഒന്ന് പേടിച്ചു പോയിട്ടാ എന്നൊക്കെ പറയേ. ഓഫീസറും പറയുന്നുണ്ട്, റോഡിൽ 1000 വണ്ടികളുണ്ടാവും, അത് കണ്ട് പേടിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പണിയെന്ന്. സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ഓഫീസറോട് റിക്വസ്റ്റ് ചെയ്യുകയാ. നിധിയും വിഷമത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ.
ഒടുവിൽ ഓഫീസർ പറയുന്നുണ്ട്, ശരി ശരി, ഇനി തെറ്റിച്ച 6 മാസം കഴിഞ്ഞ് വരാൻ പാടുള്ളൂ. ഓക്കെ എന്ന് പറയേ ഓക്കെ ആണെന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടെ നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. അവൻ നിധിയുടെ അരികിലേക്ക് ചെന്ന്, നിധി ഇതേ ഒരുവിധം ഞാൻ പറഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെല്ല് ഓടിച്ചു കാണിക്കെന്ന് പറയേ. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിധി. പറ്റുമെന്നേ, നല്ലപോലെ ഓടിക്കുന്നതല്ലേ, ചെല്ല് എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയാ, ഞാൻ പോവാന്ന് പറഞ്ഞ് നിധി നടന്നു നീങ്ങുകയാ. നിധി നിധി തോമസ് ഏട്ടാ പറ എന്ന് പറഞ്ഞ് സുധീഷും അവളുടെ പുറകെ പോകുന്നുണ്ട്. നിധി പറയുന്നതൊന്ന് കേൾക്ക് എന്ന് സുധീഷ് പറയേ. എനിക്ക് പറ്റാത്തോണ്ടായെന്ന് നിധിയും. സുധീഷും ദേഷ്യത്തോടെ, തനിക്ക് പിന്നെ എന്താ പറ്റുക, വലിയ വായിൽ വർത്താനം പറയാൻ അറിയാലോ, പറയുന്നത് വലിയ സ്വപ്നങ്ങളാണല്ലോ, ഇൻഡിപെൻഡന്റ് ആവണം, സ്വന്തം കാലിൽ നിൽക്കണം, കാറിൽ മഴയത്ത് ഒരു കൈയിൽ കോഫിയും പിടിച്ച് ഓടിച്ചു പോകണം, 2 കൈ കൊണ്ട് ഒരു ചെറിയ സ്കൂട്ടി പോലും ഓടിക്കാൻ പറ്റാത്തയാളാ കാർ ഓടിക്കുന്നത്. എടോ, തനിക്ക് വാചകം അടിക്കാനല്ലാതെ ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. ഇവിടെ സ്ത്രീകള് കണ്ടെയ്നർ കപ്പൽ എന്ന് പറഞ്ഞൊക്കെ ഓടിക്കുക, എന്തിന് വിമാനം വരെ പറത്തുകയാ. അപ്പോഴാ ഇവിടെ ഒരാള് സ്കൂട്ടർ ഓടിക്കാൻ പോലും വിറയ്ക്കുന്നത്. ദേ, ഈ ഇൻഡിപെൻഡൻസിയും സ്ത്രീ ശാക്തീകരണവും ഒക്കെ വാക്കുകളിൽ മാത്രം പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. അതിന് കഴിവില്ലാത്തവരെ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാൻ നിൽക്കരുത്. മോഹം മാത്രം പോരാ, നേരിടാനുള്ള വിൽ പവർ കൂടി വേണം. അത് ഇയാൾക്കില്ലടോ എന്ന് പറഞ്ഞ് നിധിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ സഹിക്കാനാവാതെ നിധിയും, നിർത്ത്, അങ്ങനെ എന്നെ ഒരുപാട് അങ്ങ് കൊച്ചാക്കണ്ട, എനിക്ക് കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞവൾ വെല്ലുവിളിയോടെ പോകുമ്പോഴേക്കും സുധീഷും ഒരു ചിരിയോടെ ഓഫീസറുടെ അരികിലേക്ക് ചെന്ന്, സാർ നിധി റെഡിയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി ആത്മവിശ്വാസത്തോടെ വണ്ടി ഓടിച്ച് ടെസ്റ്റ് പാസ്സാവുകയാ. അവൾ സന്തോഷത്തോടെ ഓഫീസറുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ. പാസ് എന്ന് പറഞ്ഞ് അയാൾ സൈൻ ചെയ്ത് പേപ്പർ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. സുധീഷും സന്തോഷത്തോടെ നിധിയുമായി നടന്നു നീങ്ങുന്നതിനിടയിൽ പറയുന്നുണ്ട്, അപ്പൊ എന്റെ മോട്ടിവേഷൻ ഫലിച്ചു അല്ലേന്ന്. സംശയത്തോടെ നിധിയും, എന്ത് മോട്ടിവേഷൻ എന്ന് ചോദിക്കേ. മര്യാദയ്ക്ക് പറഞ്ഞപ്പോ നിധി അനുസരിച്ചില്ല, എന്നാ പിന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി. അഭിമാനത്തിൽ തൊട്ട് കളിച്ച നിധി എന്തും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വർക്കൗട്ടായി, സിമ്പിൾ. പിന്നെ നിധി താൻ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ATM പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോവുകയാ. നിധിയും വളരെയധികം സന്തോഷത്തോടെ സുധീഷ് പോകുന്നത് നോക്കി നിൽപ്പാ. അവിടെ നീതുവിന്റെ വീട്ടിൽ നീതുവിന്റെ അച്ഛനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാ അമ്മ. കഴിച്ചുകൊണ്ട് നീതു എവിടെയെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. തമ്പുരാട്ടി എഴുന്നേറ്റ് വന്നെങ്കിലല്ലേ എന്നമ്മ പറയേ. മണി 11 എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അതെ, അച്ഛനായ പോരാ, മോള് രാത്രി എന്താ ചെയ്യുന്നു എന്ന് കൂടി നോക്കണം. വെളുപ്പം കാലം വരെ ഫോണിലാ, പിന്നെ രാവിലെ കണ്ണു മിഴിയോ എന്നമ്മ ചോദിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് നീതു ഇറങ്ങി വന്ന് അമ്മേ ചായ എന്ന് പറയുന്നത്. അത് കേൾക്കേ അമ്മയും ദേഷ്യത്തോടെ, ഇപ്പൊ തരാടി എന്റെ ഒരു ചായ എന്ന് പറഞ്ഞ് ഒരു ചൂലെടുത്ത് അവളുടെ നേരെ എറിയുകയാ. രാത്രിയിലെ അതേ മൂഡിൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴേക്കും, രാത്രി അത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് കഥ കടിച്ച് കിടന്നതാണല്ലോ, ഇപ്പൊ ഒന്നും സംഭവിക്കാത്തതുപോലെ ചായ ചോദിക്കുന്നോ എന്നമ്മ ചോദിക്കേ. ഒരു ചായയല്ലേ ചോദിച്ചുള്ളൂ, തരാൻ പറ്റുമെങ്കിൽ തരണം, ഇല്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞ പോരെ, വെറുതെ വഴക്കുണ്ടാക്കാൻ വരണോ എന്ന് നീതുവും. ഡി, ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ ഡി കുറ്റം? നീ ഇന്നലെ എന്താ ചെയ്തത്? എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കഥ കടച്ച് അകത്തിരിക്കുന്ന സ്വഭാവം ആദ്യം നിർത്തണം. ആദ്യം ആ വാതിൽ ചവിട്ടി പൊളിക്കുക വേണ്ടത്, പിന്നെ നീ എങ്ങനെ അകത്തടച്ചിരിക്കുമെന്ന് കാണണമല്ലോ എന്നമ്മ ചോദിക്കേ. അച്ഛാ, ആദ്യം അമ്മയോടൊന്ന് വായടയ്ക്കാൻ പറ, വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ ഞാൻ കഥ കടച്ച് ഉള്ളിലിരിക്കുന്നത്. ഞാൻ പിന്നെ വേറെന്താ ചെയ്യണ്ടേന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. നീ കഥ കടച്ച് ചുമ്മാതിരിക്കുവാണെങ്കിലേ ഞാനും അഖിലും ഒന്നും പറയില്ലായിരുന്നു. എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞ അവന്റെ മെക്കിട്ട് കയറാനും അവനെ തല്ലാനും. എടി, അവൻ നിന്റെ ചേട്ടനല്ലേ, അവന്റെ ദേഹത്താണോ കൈവയ്ക്കുന്നത് എന്നമ്മ ചോദിക്കേ. അവൻ അവന്റെ പെങ്ങളെ തല്ലുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന് നീതുവും. അതിന് തക്കതായ കാരണമുണ്ടാവുമെന്ന് അമ്മ പറയേ. ആഹാ, പ്രായമായ പെൺകുട്ടികളെ തല്ലാനുള്ള ഒരവകാശവും ആങ്ങളമാർക്കില്ല, അതറിയാവോ നിങ്ങൾക്ക് എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും, നിന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മ അവളെ തല്ലാനായി ചെല്ലുന്നുണ്ടെങ്കിലും അച്ഛനും അവരെ തടഞ്ഞ്, സീതേ മതി നിർത്ത് എന്ന് പറഞ്ഞ് നീതുവിനോടായി. ഞങ്ങൾക്ക് ആ ചെറുക്കനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതല്ലേ മോളെ, ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ നിനക്കത് വിട്ടൂടെ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് ഞാൻ എന്തിനു വിടണം വെച്ചാ, എനിക്ക് ഇഷ്ടമാണല്ലോ അതുപോരെ എന്നവൾ ചോദിക്കേ. കണ്ടില്ലേ, തർക്കുത്തരം കണ്ടില്ലേ, ഇവളെ ഒന്നും മോളെന്ന് വിളിച്ച് കൊഞ്ചിച്ച് ചോദിക്കുകയല്ല വേണ്ടത്, ഇവൾക്ക് അഖിലേ പറ്റൂ, ചെവിടടിച്ച് പൊട്ടിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നമ്മ പറയുന്നതുകൾക്ക് പുച്ഛത്തോടെ, ഓ പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു നീതുവും. അമ്മ വീണ്ടും അവളുടെ നേരെ ഒച്ച വെക്കുമ്പോഴേക്കും അച്ഛൻ അവരെ തടഞ്ഞ്, ഒന്ന് നിർത്ത് സീതേ, ഞാൻ സംസാരിക്കല്ലേ, നോക്കു നീതു. ദിവസവും നടക്കുന്ന വഴക്കു കേട്ട് ആളുകൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് എന്തു പറയും? ഒരു കൊള്ളരുതാത്തവൻ നിന്റെ കൂടെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് പറയണോ, അതോ നിന്നെ അവനെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് പറയണോ എന്നച്ഛൻ ചോദിക്കേ. അതിലും ഭേദം നമ്മൾ കൂട്ടത്തോടെ അങ്ങ് ചാവുന്നതാ എന്ന് അമ്മയും പറയുന്നുണ്ട്. അത് കേട്ട് നീതുവും, എനിക്ക് മനസ്സിലാവാത്തതാ, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് വെച്ച് നിങ്ങൾ എന്തിനാ ചാവുന്നേ? ഞാനും അവനും തമ്മിലുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പ്രശ്നം? ഞങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്ന് നീതു ചോദിക്കേ. ഞങ്ങൾക്കേ നാട്ടുകാരുടെ മുഖത്ത് നോക്കണം, അത് തന്നെ പ്രശ്നമെന്ന് അമ്മയും. എന്നാൽ ഒരു കാര്യം ചെയ്യേ, ആരെങ്കിലും ചോദിച്ചാ അവള് ഞങ്ങളുടെ മകളല്ല, ഞങ്ങൾക്ക് അഖിൽ എന്നൊരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയേ. അഖിലേട്ടൻ
എന്തായാലും നല്ല അഭിമാനമാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ എന്നവൾ പറയുമ്പോഴേക്കും ഹരീഷിന്റെ കോൾ വരുന്നുണ്ട് അവളുടെ മൊബൈലിലേക്ക്. അവൾ സന്തോഷത്തോടെ അതെടുക്കാനായി തുടങ്ങുമ്പോഴേക്കും ഇങ്ങ് താ എന്ന് പറഞ്ഞ് അമ്മ അത് തട്ടിപ്പറിച്ചെടുക്കുക. അമ്മേ ഫോൺ താ അമ്മേ എന്ന് പറഞ്ഞ് നീതു പിടിച്ചു വലിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും മാറി നീക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് ഹരീഷാണ് വിളിക്കുന്നതെന്ന് കണ്ടില്ലേ ഇത് അവനാ എന്ന് പറഞ്ഞ് അച്ഛന് കാണിച്ചു കൊടുക്കുക അമ്മ. അവൻ എന്താ ഇവിടെ വന്ന് പറഞ്ഞേ ഇവള് മിണ്ടിയ അവൻ മിണ്ടൂന്ന്. എന്നിട്ടിപ്പോ അവൻ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, അവനാണ് ഇവളുടെ പുറകെ നടന്ന് ഇങ്ങനെ ആക്കിയത് എന്നമ്മ കുറ്റപ്പെടുത്തുമ്പോഴേക്കും താ അമ്മേ എന്ന് പറഞ്ഞ് നീതു ഫോൺ പിടിച്ചു വലിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാതെ അമ്മയും നീ അവനോട് എങ്ങനെ മിണ്ടുമെന്നൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ച് അവളുടെ മൊബൈൽ നിലത്തേക്ക് എറിയുകയാ. എന്റെ ഫോണ് എന്ന് പറഞ്ഞ് അവൾ ടെൻഷനോടെ അതെടുത്ത് നോക്കിക്കൊണ്ട് എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്, ഫോൺ തല്ലിപ്പൊട്ടിച്ചത് കണ്ടില്ലേ അച്ഛ എന്ന് അച്ഛനോടായി ചോദിക്കുന്നുണ്ട്. അമ്മയും ദേഷ്യത്തോടെ ഇനിയേ നിന്റെ തലയാ തല്ലി പൊളിക്കേണ്ടത്, അവനോട് ഇനി നീ എങ്ങനെ മിണ്ടുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയേ നീതുവും ദേഷ്യത്തോടെ ഫോൺ പൊട്ടിച്ചാൽ ഞാൻ മിണ്ടില്ലെന്ന് കരുതിയോ, ഞാൻ നേരിട്ട് പോയി മിണ്ടും, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന് പകരം എന്നും പോയി സംസാരിക്കും. അപ്പോഴോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ അവളുടെ നേരെ ചെല്ലുമ്പോഴേക്കും നിർത്ത് എന്ന് പറഞ്ഞ് അച്ഛനും എഴുന്നേൽക്കുകയാ. നിങ്ങളുടെ ഈ ഡ്രാമയൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും നിർത്താനും പോകുന്നില്ല എന്ന് പറഞ്ഞ് നീതു വീണ്ടും തന്റെ റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. അച്ഛനും അമ്മയോടായി ചോദിക്കുന്നുണ്ട് ഒരു വായ ഭക്ഷണം ഇവിടെ ഇരുന്ന് സ്വസ്ഥമായി കഴിക്കാൻ പറ്റുമെന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കാലിയായ പ്ലേറ്റിലേക്ക് നോക്കി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടുകയാ അമ്മയും. അവളോ ഇങ്ങനെയായി, നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നുകൂടെ എന്നച്ഛൻ ചോദിക്കേ. ഞാൻ മിണ്ടാതിരിക്കണമല്ലേ, അത്ര പോലും നിങ്ങൾക്ക് അവളെ തിരുത്താൻ പറ്റില്ലല്ലേ, നോക്കിക്കോ അവസാനം നാറാൻ പോകുന്നത് നിങ്ങളാ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോവുകയാ. പൊട്ടിയ ഫോണും പിടിച്ച് ടെൻഷനോടെ നീതുവും കട്ടിലിരിപ്പ. അവിടെ അഖിലും ഫ്രണ്ട്സും ബസ് സ്റ്റോപ്പിനരികിൽ വണ്ടി നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫീസിൽ പോവാനായി നിധി അങ്ങോട്ട് നടന്നു വരുന്നത് അവൻ കാണുന്നത്. അവളെ ശ്രദ്ധിക്കുന്ന അഖിലും തന്റെ ഫ്രണ്ടിനോട് ഇടാ നോക്ക് ആരെ വരുന്നെന്ന്. അതുകണ്ട് അവരെല്ലാവരും കൂടി അവളെ നോക്കി പരിഹസിച്ച് ചിരിക്കുക. അവൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് നിന്ന് അഖിലും വിളിക്കുന്നുണ്ട് ഏയ് അഞ്ജലിന്ന്. അവൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോഴേക്കും വീണ്ടും അവൻ വിളിക്കുക ഏയ് അഞ്ജലിന്ന്. അവൾ ചുറ്റുപാട് നോക്കുമ്പോഴേക്കും ചുറ്റും നോക്കണ്ട നിന്നെ തന്നെയാ എന്നകിൽ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവനെ നോക്കി മുഖം തിരിക്കുകയാ നിധിയും. അവനും ഫ്രണ്ട്സും അവളുടെ അരികിലേക്ക് ചെന്ന് അഖിൽ പറയുന്നുണ്ട് നിന്നെയാണ് അഞ്ജലി എന്ന് വിളിച്ചത്, എന്നിട്ടെന്താ വിളി കേൾക്കാതെ നിൽക്കുന്നത്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അവളുടെ ശരിക്കുള്ള പേര് അതാണോ അഖിലെ എന്നവന്റെ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്. അല്ലല്ലോ മോനെ എന്നഖിൽ പറയേ. എന്താ ശരിക്കുള്ള പേര് എന്ന് വേറൊരു ഫ്രണ്ടും ചോദിക്കുക. അതെന്തായാലും ഞാൻ ഇട്ട പേര് മതി അവൾക്ക്, പോരെ അഞ്ജലി എന്നവൻ ചോദിക്കേ. ആ പേരിടാനൊരു കാരണം വേണ്ടേ എന്നവന്റെ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്. കാരണമുണ്ടല്ലോ എന്നവൻ പറയേ. എന്നാ അത് മാഡം കൂടി അറിയണ്ടേ അഖിലേ എന്നവന്റെ ഫ്രണ്ടും. പിന്നെ അറിയണ്ടേ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കണ്ടേ എന്ന് പറഞ്ഞൊരു ചിരിയോടെ 5 ആണുങ്ങളുള്ള വീട്ടില് നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് അഞ്ജലി എന്ന് പേരിട്ടത് എന്നവൻ പറയുന്നത് കേൾക്കെ അവനെ കടുപ്പിച്ചൊന്ന് നോക്കുകയാ നിധിയും. അതുവഴി സ്കൂട്ടിയിൽ വരികയായിരുന്ന ചന്തുവും വണ്ടി നിർത്തി അവര് ശ്രദ്ധിച്ച് ഹരീഷിന്റെ ഏട്ടത്തിയല്ലേ അത് എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കി നിൽപ്പാ. അഖിലും കൂട്ടരും നിധിയെ പരിഹസിച്ച് ചിരിക്കുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു ചേട്ടനും എഴുന്നേറ്റ് എന്ത് തോന്നിവാസമാടാ പിള്ളേരെ ഈ പറയുന്നേ, 5 ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഈ കുട്ടി അങ്ങനെ വിളിക്കണം എന്ന് ചോദിക്കേ. വേണം അമ്മാവാ, അങ്ങനെ തന്നെ വിളിക്കണം. അഞ്ജലി കിളിക്കൂട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തുടങ്ങാം, ഉടനെ നല്ല റീച്ച് ആവും എന്നകിൽ പറയേ. കൂടെയുള്ളവരും പരിഹസിച്ച് ചിരിക്കുക. ഒരേ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിധി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അത് കണ്ട് അവരും പൊട്ടിച്ചിരിയോടെ കൈയടിച്ചുകൊണ്ട് അഞ്ജലി 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 എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ചന്തുവും ഇത് ഹരീഷേട്ടനോട് പറഞ്ഞിട്ട് തന്നെയുള്ളൂ കാര്യം, ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാ. ആകെ സങ്കടത്തോടെ നിധി കിളിക്കൂട്ടിലേക്ക് തിരിച്ചെത്തുകയാ. മുറ്റത്തേക്ക് ഇറങ്ങി വന്ന നികേഷും എടത്തിയെ കണ്ട് സുധീഷേട്ടാ ദേ എടത്തി തിരിച്ചു വരുന്നു എന്ന് വിളിച്ചു പറയേ. മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്ന സുധീഷും അമ്പരപ്പോടെ നോക്കുകയാ. വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയ എടത്തിയോടായി എന്താ എടത്തി സുഖമില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാ. അവൾ ഹാളിലേക്ക് നടന്നു വരുമ്പോഴേക്കും അവിടെ ഇരിക്കുകയായിരുന്ന സുധീഷും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. അവൾ തന്റെ ബാഗെല്ലാം സോഫയിലേക്ക് വലിച്ചെറിഞ്ഞ് സങ്കടത്തോടെ അവിടെ ഇരുന്ന് കരയുമ്പോഴേക്കും എന്തു പറ്റി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടത്തി എന്താ പറ്റിയെന്ന് നികേഷും ചോദിക്കുക. അങ്ങോട്ട് വന്ന സുഭാഷ് ഏട്ടനും എന്തു പറ്റി മോളെ, ജോലിക്ക് പോയില്ലേ, എന്ത് തിരിച്ചു വന്നേ എന്ന് ചോദിക്കേ. ഞാൻ ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ ഓഫീസ് കട്ട് ചെയ്യാൻ തുടങ്ങിയോ ഏട്ടത്തി എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അവനെ ഒന്ന് നോക്കി സങ്കടത്തോടെ വീണ്ടും കരയാൻ തുടങ്ങുകയാ നിധി. അതുകൊണ്ട് എന്തു പറ്റി മോളെ, എന്തിനാ കരയുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. എടോ നിധി എന്താ പ്രശ്നം, എന്താ ഇയാളെന്തിനാ കരയുന്നേ എന്ന് സുധീഷും ചോദിക്കേ. എടത്തി കരയാതെ കാര്യം പറയുന്ന നികേഷും. അവളൊന്നും പറയാതെ വീണ്ടും സങ്കടത്തോടെ കരയുമ്പോഴേക്കും സുഭാഷേട്ടാ നിധി താൻ കരയുന്നത് എന്തിനാന്നൊന്ന് പറ
എന്ന് സുധീഷും പറയുക. സുഭാഷും ചോദിക്കുന്നുണ്ട്, മോളെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതിന് ഓഫീസിലെത്താനുള്ള നേരമായില്ലല്ലോ എന്നവൻ ചോദിക്കേ, ഓഫീസിലല്ല റോഡില് എന്നവൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുക. റോഡിലോ? റോഡിൽ വെച്ച് എന്തുണ്ടായി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവൾ വീണ്ടും സങ്കടത്തോടെ കരയുമ്പോഴേക്കും, നിധി കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ എന്ന് സുധീഷും. അവളും കരച്ചിലോടെ, ഞാൻ ബസ് കാത്ത് നിൽക്കായിരുന്നു അപ്പോ എന്ന് പറഞ്ഞ് അഖിലും കൂട്ടരും പരിഹസിച്ചതെല്ലാം അവൾ അവരോട് പറയുകയാണ്. എല്ലാം കേട്ടവർ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും അവളും സങ്കടത്തോടെ പറയുന്നുണ്ട്, നീതുവിന്റെ ചേട്ടനാ എല്ലാം തുടങ്ങി വെച്ചത്. 5 ആണുങ്ങളുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് എന്റെ പേര് അഞ്ജലി ഇന്ന് മാറ്റണമത്രേ. എല്ലാരും കൂടി അത് പറഞ്ഞ് കളിയാക്കിയപ്പോ എനിക്ക് എന്ന് പറഞ്ഞവൾ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. അത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ സുധീഷും മുഷ്ടി ചുരുട്ടുകയാ. അവൻ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയുടെ കയ്യിലേക്ക് പിടിച്ച്, നിധി വാ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. അവളെയും കൊണ്ടവൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സുഭാഷും നികേഷും കൂടെ എത്തുന്നുണ്ട്. സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് ഹരീഷിനെ വിളിച്ച്, ഹരീഷേ നീ കവലയിലേക്കൊന്ന് വാ, നമ്മുടെ നിധിയെ കുറച്ചു പേരൊന്ന് തോണ്ടി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും സുഭാഷും നികേഷിനോടായി പറയുന്നുണ്ട്, എടാ നികേഷേ നീ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാമെന്ന്. അതെന്താ ഞാനും വന്നാ? എന്നെ അങ്ങനെ ചെറിയ കുട്ടിയായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഏട്ടത്തിയും കൂടി പോകുമ്പോ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏടത്തി പറഞ്ഞോണ്ട് ഞാൻ പറയാത്തതാ എന്ന് നികേഷും. അതുകൾക്ക് സുഭാഷ് ഏട്ടനും, എടാ പറയാതിരിക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? എടാ അന്നേ അതിനുള്ള ഉത്തരം കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കേ, നികേഷേ നീ വാ എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സുധീഷും കൂട്ടരും നടന്നു നീങ്ങുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.